ശബ്ദവിഭാഗത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഈ ക്ലാസ്സിലും ചർച്ച ചെയ്യുന്നത്. നമ്മൾ ശബ്ദത്തെ വാചകമെന്നും ദ്യോതകമെന്നും രണ്ടായി തരംതിരിച്ചു. വീണ്ടും വാചകത്തെ നാമം, കൃതി, ഭേദകം എന്ന് മൂന്നായി തരംതിരിച്ചു. അതിൽ നാമത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ഈ ക്ലാസ്സിൽ കൃതിയെക്കുറിച്ചാണ് പറയുന്നത്. പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദമാണ് ക്രിയ. ക്രിയയെ സൂചിപ്പിക്കുന്ന പദമാണ് കൃതി. ഈ കൃതി തന്നെയാണ് വിന എന്നും അറിയപ്പെടുന്നത്. കൃതിയുടെ പ്രകൃതിക്കാണ് ധാതു എന്ന് പറയുന്നത്. എന്താണ് പ്രകൃതി? നമ്മളത് ആദ്യത്തെ ക്ലാസ്സിലേ പഠിച്ചിട്ടില്ലേ? അതായത് അർത്ഥബോധം നൽകുന്ന വർണ്ണത്തിനും ഏറ്റവും ചെറിയ വർണ്ണ സമൂഹത്തിനും എന്തു പറയുന്നു? പ്രകൃതി എന്ന് പറയുന്നു. ഒന്നുകൂടി മനസ്സിലാക്കി തരാം. ചെയ് എന്ന ധാതു അതിൻ്റെ ക്രിയയാണ് ചെയ്യുന്നു. പറ എന്ന ധാതു അതിൻ്റെ ക്രിയയാണ് പറയുന്നു. കാൺ എന്ന ധാതു അതിൻ്റെ ക്രിയയാണ് കാണുന്നു. ക്രിയാനാമവും ക്രിയയും തമ്മിലുള്ള വ്യത്യാസം അറിയോ? ക്രിയാനാമം എന്ന് പറഞ്ഞാൽ ഓട്ടം. ഓട്ടം എന്ന ക്രിയാനാമത്തിൽ നിന്നാണ് ഓടുന്നു എന്ന ക്രിയ ഉണ്ടാകുന്നത്. ചാട്ടം എന്ന ക്രിയാനാമത്തിൽ നിന്നാണ് ചാടുന്നു എന്ന ക്രിയയുണ്ടാകുന്നത്. ഭരണത്തിൽ നിന്ന് ഭരിക്കുന്നു എന്ന ക്രിയയുണ്ടാകുന്നു. നോട്ടത്തിൽ നിന്ന് നോക്കുന്നു എന്ന ക്രിയ ഉണ്ടാകുന്നു. ക്രിയയെ, അതായത് കൃതിയെ, അർത്ഥം പ്രമാണിച്ചും പ്രകൃതി പ്രമാണിച്ചും രൂപം പ്രമാണിച്ചും പ്രാധാന്യം പ്രമാണിച്ചിട്ടും 4ആയി തരംതിരിച്ചിട്ടിട്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അർത്ഥം പ്രമാണിച്ചിട്ട് സകർമ്മകം, അകർമ്മകം. പ്രകൃതി പ്രമാണിച്ചിട്ട് കേവലം, പ്രയോജകം. രൂപം പ്രമാണിച്ചിട്ട് കാരിതം, അകാരിതം. പ്രാധാന്യം പ്രമാണിച്ചിട്ട് മുറ്റുവിന, പറ്റുവിന. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ക്രിയയെ പ്രകൃതി പ്രമാണിച്ച് എന്തൊക്കെയായി തരംതിരിച്ചിട്ടുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പ്രകൃതി അനുസരിച്ചിട്ടാണെങ്കിൽ കേവലം, പ്രയോജകം എന്നാണ് തിരിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം സകർമ്മകം, അകർമ്മകം എന്താണെന്ന് നോക്കാം. അർത്ഥം പ്രമാണിച്ചിട്ടാണ് ക്രിയയെ സകർമ്മകം, അകർമ്മകം എന്ന് 2ആയി തരംതിരിച്ചിട്ടുള്ളത്. ഒരു വാചകത്തിൽ കർത്താവ്, കർമ്മം, ക്രിയ എന്നിവ ഉണ്ടായിരിക്കും. നമുക്കൊരു ഉദാഹരണം നോക്കാം. അമ്മ കുഞ്ഞിനെ എടുക്കുന്നു. ഇതിൽ പ്രവൃത്തി ചെയ്യുന്ന ആളാണ് കർത്താവ്. അതിൻ്റെ ഫലം അനുഭവിക്കുന്നതിനാണ് കർമ്മം എന്ന് പറയുന്നത്. ഇവിടെ എടുക്കുന്നു എന്ന പ്രവൃത്തി ചെയ്യുന്നത് അമ്മയാണ്. അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് കുഞ്ഞാണ്. അപ്പോൾ കർമ്മം കുഞ്ഞാണ്. അമ്മ കുഞ്ഞിനെ എടുക്കുന്നു എന്നതിൽ അമ്മ കർത്താവും കുഞ്ഞ് കർമ്മവും എടുക്കുക എന്നുള്ളത് ക്രിയയും ആകുന്നു. ഇനി ഒരു വാചകം കൂടി പറയാം. അമ്മ ഓടുന്നു. ഇവിടെ പ്രവൃത്തി എന്താണ്? ഓടുക എന്ന പ്രവൃത്തി. ആരാണ് ചെയ്യുന്നത്? അമ്മയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ആരാണ്? അതും അമ്മ തന്നെ. അതായത് ഫലവും വ്യാപാരവും ഒരാളിൽ തന്നെ വരുന്നു എങ്കിൽ അത് അകർമ്മക ക്രിയ. ഈ സകർമ്മകവും അകർമ്മകവും പഠിക്കാൻ നമ്മൾ പണ്ടേ ഉപയോഗിക്കുന്ന ഒരു സൂത്രമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ക്രിയയോട് ചോദിക്കുക, ആരെ, എന്തിനെ എന്ന് ചോദിക്കുക. ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അത് സകർമ്മകവും, ഇല്ലെങ്കിൽ അകർമ്മകവും എന്നാണ് പറയുക. നമുക്ക് ഉദാഹരണങ്ങളിലൂടെ പോകാം. അപ്പോൾ കുറച്ചുകൂടി വ്യക്തമാകും. അടിക്കുന്നു. നമുക്ക് ചോദിക്കാം, ആരെ, എന്തിനെ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടുന്നില്ലേ? അടിക്കുന്നു. ആരെ അടിക്കുന്നു? എന്തിനെയോ ഒന്നിനെ അടിക്കുന്നു എന്ന ഒരു ഉത്തരം നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ വേറൊരു വാക്ക് നോക്കാം. തിളങ്ങുന്നു. ആരെ? ഉത്തരം കിട്ടുന്നുണ്ടോ? എന്തിനെ? ഉത്തരം കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് അകർമ്മകത്തിൽ പെടുന്നു. തിന്നുന്നു. ചോദിച്ചു നോക്കാം. ആരെ തിന്നുന്നു? ഇല്ല, ഉത്തരം കിട്ടുന്നില്ല. എന്തിനെ തിന്നുന്നു? അതെ, മിഠായി തിന്നുന്നു, ജിലേബി തിന്നുന്നു. നമുക്ക് ഉത്തരം കിട്ടുന്നില്ലേ? അപ്പോൾ സകർമ്മകം. കുടിക്കുന്നു. ഏതാണ് വരിക? സകർമ്മകാണോ അകർമ്മകമാണോ? കുടിക്കുന്നു. എന്തോ ഒരു വസ്തുവിനെയാണ് കുടിക്കുന്നത് അല്ലേ? കുളിക്കുന്നു. ആരെയും ചോദിച്ചാൽ ഉത്തരം കിട്ടുമോ? എന്തിനെ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടുമോ? ഇല്ല. അമ്മ കുളിക്കുന്നു എന്നാണെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുന്നതും അതിൻ്റെ ഫലം അനുഭവിക്കുന്നതും അമ്മ തന്നെയാണ്. ഫലവും വ്യാപാരവും ഒന്നിൽ തന്നെയാണ്. അപ്പോൾ അത് അകർമ്മകം. നിങ്ങൾ ഇത് കേട്ടാൽ മാത്രം പോരാ, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ തരാം. അത് കോളം തിരിച്ച് എഴുതി വെച്ചിട്ട് പഠിക്കുക. അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. അമ്മ കുളിക്കുന്നു. ഇത് സകർമ്മത്തിലാണോ അകർമ്മത്തിലാണോ വരിക എന്ന് നോക്കുക. അമ്മ കുളിക്കുന്നു. അതിൻ്റെ ഫലവും വ്യാപാരവും ഒരാളിൽ തന്നെയാണ് വന്നു ചേരുന്നത്. അപ്പോൾ അത് അകർമ്മകം. എന്നാൽ അമ്മ കുളിപ്പിക്കുന്നു എന്നാകുമ്പോഴോ? കുളിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആരെയോ കുളിപ്പിക്കുന്നു എന്നൊരു അർത്ഥം, ആ ഒരു ധ്വനി നമുക്ക് കിട്ടുന്നുണ്ട്, ഉത്തരം നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കുളിപ്പിക്കുന്നു എന്നുള്ളത് സകർമ്മകത്തിൽ പെടുന്നു. ഭരിക്കുന്നു, കൊല്ലുന്നു, ലാളിക്കുന്നു, ഓടുന്നു, ഉറങ്ങുന്നു, നിൽക്കുന്നു. ഇത് ഏതിൽ വരുന്നതാണെന്ന് ഒന്ന് സ്വയം ചെയ്തു നോക്കിയാട്ടെ. അടുത്തത് കേവലം, പ്രയോജകം. ഇത് കൃതിയുടെ പ്രകൃതി പ്രമാണിച്ചിട്ടുള്ള വിഭജനമാണ്. കർത്താവ് സ്വയം ചെയ്യുന്ന ക്രിയയാണ് കേവലക്രിയ. കർത്താവ് പരപ്രേരണയോടെ ചെയ്യുന്ന ക്രിയയാണ് പ്രയോജക ക്രിയ. ഉദാഹരണങ്ങളിലൂടെ പഠിക്കാം.
നടക്കുന്നു, അത് കർത്താവ് സ്വയം ചെയ്യുന്നതാണോ അതോ ആരെങ്കിലും ചെയ്യിക്കുന്നതാണോ? ഇല്ല, നമുക്കറിയാം. അത് കേൾക്കുമ്പം തന്നെ നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് കർത്താവ് സ്വയം ചെയ്യുന്നതാണ്. കർത്താവ് സ്വയം ചെയ്യുകയാണെങ്കിൽ അത് ഏത് ക്രിയയിൽ വരും? കേവല ക്രിയയിൽ വരും. എന്നാൽ നടത്തിക്കുന്നു എന്നാണെങ്കിലോ, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നടത്തിക്കുന്നു അത് മറ്റൊരാളുടെ പ്രേരണയോടെ ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് ഏതിൽ വരും? പ്രയോജക ക്രിയയിൽ വരും. പാടുന്നു ഏതിലാ വരിക? അത് കർത്താവ് സ്വയം ചെയ്യുന്നതാണ്. എന്നാൽ പാടിക്കുന്നു എന്ന് പറയുമ്പോഴോ പരപ്രേരണയോടുകൂടി ചെയ്യുന്നതാണ്. അത് പ്രയോജകത്തിൽ വരും. കേൾക്കുന്നു ഏതിലാ വരിക? കർത്താവ് സ്വയം ചെയ്യുന്നതല്ലേ, അപ്പോൾ അത് കേവല ക്രിയയാണ്. അത് എങ്ങനെയാ പ്രയോജക ക്രിയയാക്കി മാറ്റി എഴുതുക? കേൾപ്പിക്കുന്നു എന്നെഴുതിയാൽ അത് പ്രയോജക ക്രിയയായി. ചിരിക്കുന്നു ഏതാ വരിക? കേവലം. അത് പ്രയോജക ക്രിയ എങ്ങനെയാക്കുക? ചിരിപ്പിക്കുന്നു എന്നാണ് എഴുതുന്നതെങ്കിൽ അത് പ്രയോജക ക്രിയയായി. മുറിക്കുന്നു, മുറിപ്പിക്കുന്നു. സാധാരണ കേവല ക്രിയയിൽ ഈ, പി, ത്, ക് എന്നീ പ്രത്യയങ്ങൾ ചേർത്തിട്ട് പ്രയോജക ക്രിയയാക്കി മാറ്റാറുണ്ട്. ക് ചേർത്തിട്ട് അത് പ്രയോജക ക്രിയയാക്കി മാറ്റുന്നതിനെയാണ് കാരിതീകരണം എന്ന് പറയുന്നത്. ഒടിയുന്നു എന്ന കേവല ക്രിയയെ കു ചേർത്തിട്ട് ഒടിക്കുന്നു എന്ന പ്രയോജക ക്രിയയാക്കി മാറ്റുന്നു. നടക്കുന്നു എന്ന കേവല ക്രിയയെ നടത്തുന്നു എന്ന് പ്രയോജക ക്രിയയാക്കുമ്പോൾ അവിടെ ത് ആണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ചിരിക്കുന്നു എന്ന കേവല ക്രിയയെ ചിരിപ്പിക്കുന്നു പി എന്ന പ്രത്യയം ചേർത്തിട്ട് പ്രയോജകമാക്കുന്നു. ചാടുന്നു എന്ന കേവല ക്രിയയെ ചാടിക്കുന്നു ഈ പ്ലസ് ക് ചേർത്തിട്ടാണ് അവിടെ പ്രയോജക ക്രിയയാക്കി മാറ്റുന്നത്. കേവലവും പ്രയോജകവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഒന്ന് കർത്താവ് സ്വയം ചെയ്യുന്നതും മറ്റേത് പരപ്രേരണയാൽ ചെയ്യുന്നതും. ഇനി ഞാൻ പറയുന്ന വാക്കുകൾ ഒന്ന് കടലാസിൽ എഴുതണം കേട്ടോ. മുങ്ങുന്നു, കളിക്കുന്നു, പാടുന്നു, ഓർക്കുന്നു. ഇത് കേവല ക്രിയയാണോ പ്രയോജക ക്രിയയാണോ എന്ന് ഓർത്ത് പറഞ്ഞാട്ടെ വേഗം. മുങ്ങുന്നു കർത്താവ് സ്വയം ചെയ്യുന്നത്, കളിക്കുന്നു കർത്താവ് സ്വയം ചെയ്യുന്നത്, പാടുന്നു കർത്താവ് സ്വയം ചെയ്യുന്നത്, ഓർക്കുന്നു കർത്താവ് സ്വയം ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കേവല ക്രിയയിലാണ് വരിക. പക്ഷേ മുങ്ങുന്നു, പാടുന്നു ഇവ മാറ്റി എഴുതുക. കളിക്കുന്നു, ഓർക്കുന്നു ഇത് ഒരു ഭാഗത്ത് എഴുതുക. എന്നിട്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാട്ടെ. കളിക്കുന്നു, ഓർക്കുന്നു എന്ന കേവല ക്രിയയിൽ കൂ ഉണ്ട്. എന്നാൽ മുങ്ങുന്നു, പാടുന്നു എന്ന കേവല ക്രിയയ്ക്ക് കൂ ഇല്ല. വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? ഓർക്കുന്നു, കളിക്കുന്നു എന്ന കേവല ക്രിയയിൽ കൂ ഉള്ളതിനാൽ അതിനെ കാരിതം എന്ന് പറയാം. എന്നാൽ മുങ്ങുന്നു, പാടുന്നു എന്ന കേവല ക്രിയയിൽ കൂ ഇല്ലാത്തതിനാൽ അതിനെ അകാരിതം എന്ന് പറയാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കേവല ക്രിയകൾ മാത്രമേ കാരിതം അകാരിതം എന്ന് എഴുതാൻ പറ്റൂ. അതിലൊരിക്കലും പ്രയോജക ക്രിയ എഴുതാറില്ല. ഇനി വരുന്നത് മുറ്റുവിന പറ്റുവിന. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇതുവരെ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ദയവേദങ്ങൾ ഒന്ന് കമൻറ്റിലൂടെ പ്രതികരിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക. നന്ദി.